Okay, നമുക്കൊരു ന്യൂ റേഷ്യോ കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ ആണ്. എ ആൻഡ് ബി ആർ പാർട്ട്നർ ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദി റേഷ്യോ ഓഫ് 3:2. സീൻ അഡ്മിറ്റ് ചെയ്യുന്നു. എത്ര ഷെയറിനാണ് അഡ്മിറ്റ് ചെയ്യുന്നത്? 1/3 ആണ്. ഇതിൽ നോക്കിക്കോളൂ, എയും ബിയും അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. സി അഡ്മിറ്റ് ചെയ്യുന്നത് 1/3 ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കൊടുക്കുന്ന എത്രയാണ്? 1/9 കൊടുക്കുന്നുണ്ട്. ബി കൊടുക്കുന്നതോ 2/9 കൊടുക്കുന്നുണ്ട്. 1/9 plus 2/9 is equal to 3/9 is equal to 1/3. അല്ലെ? 3/9 എന്ന് പറഞ്ഞാൽ 1/3. അപ്പൊ ഇങ്ങനെയാണ് സിക്ക് ഷെയർ കിട്ടുന്നത്. നമ്മളോട് ന്യൂ റേഷ്യോ കാണാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എയുടെ ഓൾഡ് റേഷ്യോയിൽ നിന്ന് എ സാക്രിഫൈസ് ചെയ്യുന്നത് എന്ത് ചെയ്യുക? കുറയ്ക്കുക. അപ്പം എസ് ന്യൂ ഷെയർ ഈസ് ഈക്വൽ ടു എയുടെ ഓൾഡ് ഷെയർ എത്രയാ? 3/5 അല്ലെ? 3/5 മൈനസ് എത്രയാ വിട്ടു കൊടുക്കുന്നത്? 1/9 ഈസ് ഈക്വൽ ടു 45 അല്ലെ? നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5 into 9 45, 3 into 9 27 minus 5 into 1 5 is equal to 22/45 ആണ് ആരുടെ ഷെയർ? എയുടെ ഷെയർ. then B's new share is equal to ബിയുടെ ഓൾഡ് റേഷ്യോ 2/5 മൈനസ് ബി കൊടുക്കുന്ന എത്രയാണ്? ബി വിട്ടു കൊടുക്കുന്ന എത്രയാണ്? 2/9 അല്ലേ? 2/9 ആണ് കൊടുക്കുന്നത്. ആർക്ക്? സിക്ക് കൊടുക്കുന്നത്. then നമ്മളിത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. 5 into 9 45, 2 into 9 18, 5 into 2 10 is equal to 8/45. ഇനി നമ്മൾ സിന്റെ ഷെയർ ഇവിടെ എഴുതി നോക്കുകയാണ്. സിന്റെ ഷെയർ 1/3 ആണെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ബേസ് 45 ആണ്, ഇതിന്റെ ബേസ് 45 ആണ്. സെയിം ബേസിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഇതിനെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 15/45. സോ ന്യൂ റേഷ്യോ among these three partners will be 22:8:15. Okay, new ratio is equal to